Hi all, good evening. Good evening, sir. Good evening. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? സാർ കാണാം. നാവിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നാവിഗേഷൻ, എയർ നാവിഗേഷൻ. എയർ നാവിഗേഷൻ നമുക്ക് ബേസിക്കലി മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് റേഡിയോ നാവിഗേഷൻ. റേഡിയോ നാവിഗേഷൻ. സെക്കൻഡ് വണ്ണാണ് ഇൻസ്ട്രുമെന്റ് നാവിഗേഷൻ. ഇൻസ്ട്രുമെന്റ് നാവിഗേഷൻ. തേർഡ് വണ്ണാണ് ജനറൽ നാവിഗേഷൻ. ജനറൽ നാവിഗേഷൻ. എക്സാമിന് എയർ നാവിഗേഷന് ടോട്ടൽ ഉണ്ടാവുക 100 ക്വസ്റ്റ്യൻസ്. 100 ക്വസ്റ്റ്യൻസ്. 100 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻ. 100 ക്വസ്റ്റ്യനിൽ ആ 100 ക്വസ്റ്റ്യൻസിൽ അറൗണ്ട് ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ആകാരം. ന്യൂമറിക്കൽ. ഓക്കെ. ബാക്കി ഒരു 60 to 70 ക്വസ്റ്റ്യൻസ് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നാവിഗേഷൻ എക്സാം ഉണ്ടാവുക 3 മണിക്കൂറിന്, 3 hours എക്സാം ആക്കാരം. ഓക്കെ. ഈ 3 hours എക്സാമിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നത് ഈ ന്യൂമറിക്കൽസ് ആയിരിക്കും. കാരണം ന്യൂമറിക്കൽസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററും CX3 ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആൻസേഴ്സാണ് ന്യൂമറിക്കൽസിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏതൊരു സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ മാറും. അപ്പോൾ ആൻസർ ഇപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ തെറ്റിയിട്ട് കിട്ടിയ ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് പോവും, അല്ലെങ്കിൽ ടൈം തികയില്ല. ഇപ്പം നാവിഗേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടൈം തികയില്ല. അതെപ്പോഴും മനസ്സിലുണ്ടാവട്ടെ. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞതിൽ ഈ റേഡിയോ നാവിഗേഷനായിരിക്കും അറൗണ്ട് ഒരു 30 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അറൗണ്ട് ഒരു 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് റേഡിയോ നാവിഗേഷൻ ഉണ്ടാവും. ഇൻസ്ട്രുമെന്റ്സിന് അറൗണ്ട് ഒരു 25 to 30 മാർക്സിന് ക്വസ്റ്റ്യൻസ് ഇൻസ്ട്രുമെന്റ് നാവിഗേഷൻ ഉണ്ടാവും. ജെന്നാവിന്ന് ഒരു 30 to 35 മാർക്സിന് ജനറൽ നാവിഗേഷൻ ഉണ്ടാവും. പിന്നെ ഒരു 5 മാർക്സ് ഉണ്ടാവും. ആ 5 മാർക്സ് എന്ന് പറയുന്നത് ഇത് ഈ മൂന്നും അല്ലാത്തൊരു ടോപ്പിക് ഉണ്ട്. അതാണ് പെർഫോമൻസ്. പെർഫോമൻസ്. ഈ പെർഫോമൻസ് ചെറിയ ടോപ്പിക്കാണ്. ആ പെർഫോമൻസ് എന്നാണ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്. ഓക്കെ. DGC എക്സാംസിൽ മെറ്റ്, റെഗ്, നാവ്, ടെക്, RTR ഈ 5 നോക്കുന്ന സമയത്ത് പൊതുവെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കേൾക്കുന്ന 3 ഒന്ന് നാവ്, ഒന്ന് ടെക്, ഒന്ന് RTR. ഈ 3 പൊതുവെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കേൾക്കുന്നത്. മെറ്റും റെക്സും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് എങ്ങനെയും ക്ലിയർ ആവും. സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. നാവിഗേഷൻ. എന്താ ഫർഹാൻ നാവിഗേഷൻ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ എന്തായിരിക്കും നാവിഗേഷൻ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ? ഓക്കെ. എനിക്ക് ഒരു A എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു B എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക, A എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എയർപോർട്ട് ഉണ്ടെന്ന് എഴുതിക്കോ. ഓക്കെ. നമുക്ക് B എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ എയർപോർട്ട് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കൊച്ചിയിൽ നിന്ന് ഒരു ഡൽഹിക്കാണ് പോകേണ്ടതെന്ന് എഴുതിക്കോ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഈ കൊച്ചി എയർപോർട്ടിൽ നമുക്കറിയാം എയർക്രാഫ്റ്റ് നിർത്തിയിട്ടുണ്ടാവും. ശരിയല്ല ഫറാന?
അപ്പോൾ എൻ്റെ എയർക്രാഫ്റ്റ് ആദ്യം ടോ ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് എയർക്രാഫ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എയർക്രാഫ്റ്റ് ഇങ്ങനെ ടാക്സി വേക്ക് അലൈൻ ചെയ്ത് നിർത്തും. എന്നിട്ട് എയർക്രാഫ്റ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ എയർക്രാഫ്റ്റ് ടാക്സി ചെയ്ത് പോകും, ശരിയല്ലേ? എന്നിട്ട് എയർക്രാഫ്റ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന റൺവേയിൽ കയറിയിട്ട് ഈ എയർക്രാഫ്റ്റ് ലൈനപ്പ് ചെയ്യും, എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യും, എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യും, എന്നിട്ട് എയർക്രാഫ്റ്റ് ക്രൂയിസ് ചെയ്തിട്ട് എയർക്രാഫ്റ്റ് പിന്നെ ഡിസെൻഡ് ചെയ്തിട്ട് ഈ ഡൽഹി എയർപോർട്ടിന് മുകളിൽ വരും. എന്നിട്ട് ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ ഇതുകളുണ്ട്. എന്നിട്ട് എയർക്രാഫ്റ്റ് എന്തിനു വരും, അപ്രോച്ചിന് പോയിട്ട് എയർക്രാഫ്റ്റ് വന്നിട്ട് ലാൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഈ എയർക്രാഫ്റ്റ് ഡൽഹിയിൽ ഉള്ള ടാക്സി വേ വഴി ടാക്സി ചെയ്ത് എയർക്രാഫ്റ്റ് ഇവിടെ വന്ന് നിർത്തിയിടും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഈ ടോ ചെയ്ത മുതൽ, ടാക്സി സ്റ്റാർട്ട് ചെയ്ത മുതൽ എയർക്രാഫ്റ്റ് സേഫായിട്ട് വേറെ സ്ഥലത്ത് വന്ന് സേഫായിട്ട് വന്ന് പാർക്ക് ചെയ്യുന്ന വരെയുള്ള ഹോൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നാവിഗേഷൻ. ക്ലിയർ ആണോ പറയണേ? അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് മുതൽ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എൻ്റെ എയർക്രാഫ്റ്റ് സേഫായിട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ടെക്നിക്സ്, അതാണ് നാവിഗേഷനിൽ പഠിക്കുന്നത്. ക്ലിയർ? ഫസ്റ്റ് പറയുന്നത് റേഡിയോ നാവിഗേഷൻ. റേഡിയോ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ മൂന്നിൻ്റെ ഒരു ബേസ് തരാം. എന്താണ് ഇത് തരാം. ഓക്കെ, സാജിദ, റേഡിയോ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇതാണ് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഓക്കെ, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല നാവിഗേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ റേഡിയോ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി. ഇന്ന് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാ എയർക്രാഫ്റ്റുകളും റേഡിയോ നാവിഗേഷൻ വഴിയാണ്. ഓക്കെ, ഇതെങ്ങനെ വെച്ച് എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാന്ന് എഴുതിക്കോ. ഓക്കെ സാജിദ, എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാന്ന് എഴുതിക്കോ. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ പൊസിഷൻ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഞാൻ എവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ ഏത് റൂട്ടാണ് ഫ്ലൈ ചെയ്യേണ്ടത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെ വെച്ചാൽ എനിക്കാണെങ്കിൽ ഈ എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ, ഇതാണ് ഗ്രൗണ്ട് എന്ന് എഴുതിക്കോ. ഈ ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കുറെ ബീക്കൺസ് ഉണ്ട്. എന്തുണ്ട്? ബീക്കൺസ്. ആ ബീക്കൺസ് എന്ന് പറയുന്നത് കുറെ രീതികളിലുണ്ട്. NDB എന്ന് പറയുന്ന ബീക്കൺ ഉണ്ട്. NDBയുടെ ഫുൾ ഫോം ആണ് നോൺ ഡയറക്ഷൻ ബീക്കൺ. അതൊക്കെ നമ്മൾ പഠിക്കും, നമ്മൾ ഈ റേഡിയോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നോൺ ഡയറക്ഷൻ ബീക്കൺ. അതേപോലെ VOR എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസി ഒമ്നി ഡയറക്ഷണൽ റേഞ്ച് ബീക്കൺ. വേറെ ചാപ്റ്റർ ആണ്, അത് നോക്കിയാൽ മനസ്സിലാവും. ഈ നമുക്ക് പഠിക്കുന്ന ഓരോ ചാപ്റ്റർ ഉണ്ടോ, VOR, NDB, ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ VOR, അതേപോലെ ILS ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം, അതേപോലെ റഡാർ, ഈ സെക്കൻഡറി SSR സെക്കൻഡറി സർവൈലൻസ് റഡാർ എന്ന് പറയുന്ന റഡാർ ഉപയോഗിച്ചിട്ട്, അതേപോലെ VDF വെരി ഹൈ ഫ്രീക്വൻസി ഡയറക്ഷൻ ഫൈൻഡർ എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ GPS, അതിന്റെ ഫുൾ ഫോം കിട്ടണോ? GPS കിട്ടുന്നുണ്ടാവും. അതിന്റെ ഫുൾ ഫോം അറിയോ സാജിദ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ GPS ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോ ബീക്കൺസ് ഉപയോഗിച്ചിട്ട് ഫ്ലൈ ചെയ്യാം. അപ്പൊ എന്തുണ്ടാവും വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഇതൊരു VOR ആണെന്ന് എഴുതിക്കോ. അതെന്താണ്? ഒരു VOR. ഈ VOR എന്ത് വെച്ചിട്ടാണെങ്കിൽ 360 ഡിഗ്രിയിൽ എന്ത് എമിറ്റ് ചെയ്യും? റേഡിയോ വേവ്സ് എമിറ്റ് ചെയ്യും. എന്ത് എമിറ്റ് ചെയ്യും? റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ റേഡിയോ വേവ്സിന്റെ വേറൊരു പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എന്താ? നമ്മൾ പ്ലസ് ടു ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതെങ്ങനെ ഫോം ആകുന്നത്, അതാണ് ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യും? ഈ VOR എമിറ്റ് ചെയ്യും. അപ്പൊ ആലോചിച്ച് നോക്കുക, എൻ്റെ എയർക്രാഫ്റ്റിലോട്ട് വരുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ റേഡിയോ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ വേവ് അല്ലേ? അപ്പൊ ഈ പെർട്ടിക്കുലർ വേവ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്നാണ്, ഈ ഡയറക്ഷനിലാണ് വേവ് വരുന്നത് എന്നുള്ളത് എൻ്റെ എയർക്രാഫ്റ്റിലുള്ള എക്യുപ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? സെൻസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ മനസ്സിലാവും, ഈ ഫ്ലൈയിങ് എയർക്രാഫ്റ്റിന് മനസ്സിലാവും ഈ സൈഡിലാണ്, ഇവിടെയാണ് എന്ത് കിടക്കുന്നത്, ഈ VOR കിടക്കുന്നത് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത് ഉപയോഗിച്ച് ഞാൻ ഈ VORന്റെ മുകളിൽ പോകും. എന്നിട്ട് ഈ VORന്റെ മുകളിൽ എത്തിക്കാൻ എനിക്കാണെങ്കിൽ ഞാൻ അതിന്റെ അപ്പുറത്ത് വേറെ VOR ഉണ്ടാവും. ആ VOR ട്യൂൺ ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിന്ന് ഉള്ള റേഡിയോ വേവ് നോക്കിയിട്ട് ഞാൻ അതിന്റെ മുകളിൽ പോകും. ക്ലിയർ ആണോ? അങ്ങനെ ഞാൻ ഇപ്പൊ ഇത് ഇന്ത്യ എന്ന് കരുതിക്കോ. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഇപ്പോൾ കൊച്ചിന്ന് എനിക്ക് ഡൽഹിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊച്ചിന്ന് ടേക്ക് ഓഫ് ചെയ്യും. ഈ കൊച്ചിന്റെ ഇതിന്റെ ഇടയിൽ ഇവിടെ കോയമ്പത്തൂരിന്റെ VOR ഉണ്ട്.
അതിനുശേഷം മുകളിൽ ബാംഗ്ലൂരിന്റെ വ്യൂവർ ഉണ്ട്, അതിന്റെ മുകളിൽ ഹൈദരാബാദിന്റെ വ്യൂവർ ഉണ്ട്, അതിന്റെ മുകളിൽ നാഗ്പൂരിന്റെ വ്യൂവർ ഉണ്ട്, അതിന്റെ മുകളിൽ ജയ്പൂരിന്റെ വ്യൂവർ ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ വ്യൂവർ ഇങ്ങനെ നോക്കി 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 എന്ത് ചെയ്യും, ഡൽഹിക്ക് എത്തും. ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ ബേസിക്കലി എന്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നാവിഗേറ്റ് ചെയ്തത് എന്റെ എയർക്രാഫ്റ്റ്? റേഡിയോസ് ഉപയോഗിച്ചിട്ട്, വിയോർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട്, റേഡിയോസ് ഉപയോഗിച്ചിട്ട്. ക്ലിയർ ആണോ? ഇതെന്ന് പറയുന്നത് നമ്മൾ എൻറൂട്ട് വ്യൂവർ നമ്മൾ സാധാരണ ഉപയോഗിക്കലുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും കൂടെ അഡ്വാൻസ് ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന റേഡിയോ വേവ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാം ഇതിപ്പോ നമ്മളെ എയർക്രാഫ്റ്റിന് മാത്രമല്ല, നിങ്ങളിപ്പോ ഒരു ഗൂഗിൾ മാപ്പിൽ ഡയറക്ഷൻ ഇട്ട് നിങ്ങൾ പോകുന്ന അതൊക്കെ നിങ്ങൾ GPS ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ മുകളിലുള്ള സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, താഴത്തു കൂടെ പോകുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. ഈ ലാസ്റ്റ് ചാപ്റ്റർ അല്ല, ഒരു 12ാമത്തെ ഒരു 15ാമത്തെ ചാപ്റ്റർ, സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. കണ്ടോ? ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിക്കും, എങ്ങനെയാണ് അങ്ങനെ ഇത് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. ക്ലിയർ? മക്കൾ ഇതുവരെ ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാക്കണോ ഇതുവരെ? ഇതാണ് റേഡിയോ നാവിഗേഷൻ. ഓക്കെ, മൂസിന ക്ലിയർ ആണോ? എന്നാ എന്തായിരിക്കും ഇൻസ്ട്രുമെന്റ് നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ? അപ്പൊ എന്തായിരിക്കും ഇൻസ്ട്രുമെന്റ് നാവിഗേഷൻ? എന്തായിരിക്കും? ഓരോ ഇൻസ്ട്രുമെന്റ്സ് കോക്പിറ്റിലെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട്. യെസ്, അതായത് നമ്മളിപ്പോ എയർക്രാഫ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിക്കണോ? ഞാൻ കാണിച്ചുതരാം. കണ്ടോ? ഈ ഇൻസ്ട്രുമെന്റ്സ് ഒരു പേരുകളുണ്ട്, അറിയോ? കിട്ടുക്കണോ? ഈ ഒന്നാമത്തെ പേരെന്തായിരിക്കും? ASI. ഇതാണ് ASI, എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൊറൈസൺ. ഇതൊക്കെ എന്ത് ചെയ്യാൻ ഇൻസ്ട്രുമെന്റ് നാവിൽ പഠിക്കും കേട്ടോ. ഇനി ഇതെന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ ഓൾട്ടിമീറ്ററിന്റെ ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞിട്ടാണെങ്കിൽ ടേൺ ആൻഡ് സ്ലിപ്പ് ഇൻഡിക്കേറ്റർ, എൻ്റെ എയർക്രാഫ്റ്റ് സ്ലിപ്പും സ്കിഡും ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് DGI, ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ ഹെഡിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് VSI വെച്ചിട്ട് വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ, എൻ്റെ റേറ്റ് ഓഫ് ക്ലൈംബ് റേറ്റ് ഓഫ് ഡിസെൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഓരോ ഇതല്ല, ഇനിയും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ടാക്കോമീറ്റർ ഉണ്ട്, അതേപോലെ നമ്മുടെ മാഗ്മീറ്റർ ഉണ്ട്, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് എൻ്റെ എയർക്രാഫ്റ്റ് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏതിൽ പഠിക്കണത്? ഇൻസ്ട്രുമെന്റ് നാവിഗേഷനിൽ പഠിക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, അർജുൻ ക്ലിയർ ആണോ? ഓക്കെ, എന്നാ ജന്നാവ് അർജുൻ എന്നാൽ നാവിഗേഷൻ എന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ, ജനറൽ നാവിഗേഷൻ എന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ റേഡിയോസ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുന്നത് റേഡിയോ നാവിഗേഷൻ, ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുന്നത് നാവിഗേഷൻ എന്ന് പറഞ്ഞ എനിക്ക്, സോറി, ജനറൽ നാവിഗേഷൻ എന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എയർക്രാഫ്റ്റിനുള്ളിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ? ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പക്ഷെ ആ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എല്ലാ സമയത്തും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇൻസ്ട്രുമെന്റ്സ് ആ. ഏത് സമയത്ത് വേണമെങ്കിലും എന്താവാ, അടിച്ചു പോവാം, അല്ലെങ്കിൽ അത് ഓഫ് ആവാം. ശരിയല്ല? വർക്ക് ചെയ്യാതിരിക്കാം. അതേപോലെ ഈ റേഡിയോ വേവ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ VOR, NDB ഇതൊക്കെ വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എന്താവാ, വർക്ക് ചെയ്യാതിരിക്കാം. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഏത് ബിയിലോട്ട് എത്തിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ജനറൽ നാവിഗേഷനിലുള്ളത്. എന്തില്? ജനറൽ നാവിഗേഷൻ. ജനറൽ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏന്ന് ബിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഏന്ന് ബിയിലോട്ടുള്ള കംപ്ലീറ്റ് മാപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും, ഫിസിക്കൽ മാപ്പ്. ഓക്കെ, ആ ഫിസിക്കൽ മാപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറയുന്ന ഈ പുഴ അല്ലെങ്കിൽ നദി, അതേപോലെ എന്തെങ്കിലും മൗണ്ടെയിൻസ് ഉണ്ടെങ്കിൽ അത്, റെയിൽവേ ട്രാക്കുകൾ, റോഡുകൾ, ഹൈവേകൾ, ഇതൊക്കെ അതിലുണ്ടാവും.
അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോയിട്ട് ഇവിടെ എത്തിക്കുക. ക്ലിയർ ആണോ? അതാണ് ഏതിൽ പഠിക്കാനുള്ളത്? ജനറൽ നാവിഗേഷൻ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഏത്? റേഡിയോ. സാറേ, അപ്പൊ ഈ വലിയ ജെറ്റ്സ് ഒക്കെ ഈ ജനറൽ യൂസ് ചെയ്യൂല. ഇല്ല, കാരണം അവർ ഇൻസ്ട്രുമെന്റ്സും റേഡിയോയും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇൻ കേസ് നമ്മള് ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ CPL ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രോസ് കൺട്രി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ ക്രോസ് കൺട്രി വെച്ചാൽ എല്ലാം VFR ക്രോസ് കൺട്രിയാണ്. VFR ക്രോസ് കൺട്രി പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് നോക്കാൻ പാടില്ല, ഒരു VOR ND വന്ന് ട്യൂൺ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പുറത്ത് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യണം? ഫ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ക്രോസ് കൺട്രിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഏത് റൂട്ടാണോ പോകുന്നത് ആ റൂട്ടിന്റെ എന്ത് എടുക്കും? ജെപ്സൺ ചാർട്ട് അല്ലെങ്കിൽ മാപ്പ് എടുക്കും. ഓക്കെ, ആ മാപ്പിൽ നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഓരോ ചെക്ക് പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഞാൻ ഇവിടെ എത്തും. ആ സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഒരു നദി, എന്നിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് ചെയ്യണ സമയത്ത് നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഇതിന്റെ മുന്നിൽ ഇവിടെ ഒരു വലിയൊരു മൗണ്ടെയിൻ ഉണ്ട്, ആ മൗണ്ടെയിൻ്റെ മുകളിൽ കൂടെ ഞാൻ പോകാൻ. അപ്പൊ നിങ്ങൾ ഒരു 5 മിനിറ്റ് നോക്കുന്ന സമയത്ത് ആ മൗണ്ടെയിൻ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അടുത്ത ചെക്ക് പോയിന്റ് എത്തി. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് എനിക്കാണെങ്കിൽ അടുത്ത ചെക്ക് പോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ഇപ്പോൾ വല്ല ഹൈവേ ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല NH കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എത്തുന്ന സമയത്ത് മനസ്സിലാവും ഞാനിപ്പോൾ ഇവിടെ എത്തി, അപ്പൊ ഞാൻ എന്റെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് മനസ്സിലാവും. ക്ലിയർ ആണോ? അങ്ങനെ ഓരോ ചെക്ക് പോയിന്റ് നോക്കി പോയിട്ടാണ് ഇവിടെ ലാൻഡ് ചെയ്യുക. ക്ലിയർ ആണോ സാജിദ? ഓക്കെ, അത് കംപ്ലീറ്റ് VFR ഫ്ലൈയിങ് ആ കേട്ടോ. നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ഫ്ലൈയിങ് ചെയ്യാം. നിങ്ങൾ ടോട്ടൽ 200 hours ഫ്ലൈ ചെയ്യണേൽ നിങ്ങൾ അറൗണ്ട് ഒരു 25 to 30 hours ആണ് എന്ത് ഫ്ലൈ ചെയ്യുള്ളൂ? ഇൻസ്ട്രുമെന്റ് ഫ്ലൈയിങ് ഫ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, ഈ NDBയും VOR ഒക്കെ ഉപയോഗിച്ചുള്ള ഫ്ലൈയിങ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള 175 hours. ഓക്കെ ഓക്കെ, ഇതൊരു ക്ലിയർ ആണ് എല്ലാവർക്കും? സ്റ്റാർട്ട് ചെയ്യണം. 50 എന്ന് പറയാൻ പറ്റില്ല, ഒരു 60% തിയറിയും 40% ന്യൂമറിക്കലുമാണ് കേട്ടോ. 60-40. ജന്നാവിൽ നേരെ തിരിച്ചാണ്. ഒരു 60% ന്യൂമറിക്കലും 40% തിയറിയാണ് ജന്നാവിലുള്ളത്. ഇൻസ്ട്രുമെന്റ്സിൽ രണ്ടും ഉണ്ട്, 50% ന്യൂമറിക്കലും തിയറി കേട്ടോ. റേഡിയോ നാവിൽ തിയറി കൂടുതലാണ്, ന്യൂമറിക്കൽ കുറവാണ്. പക്ഷെ ഉള്ള ന്യൂമറിക്കൽ ഇമ്പോർട്ടൻറ്റും ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുദ്ധിമുട്ടുള്ളതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിന് കൊടുങ്ങുക ജന്നാവിനേക്കാളും ഇൻസ്ട്രുമെന്റ് നാവിനേക്കാളും ന്യൂമറിക്കൽ കൊടുങ്ങുക ഈ റേഡിയോ നാവിലാണ്. പക്ഷെ പ്രശ്നമല്ല, എൻ്റെ കൂടെ പഠിച്ചു പോവുക, എല്ലാ ദിവസവും എടുക്കുന്നത് അന്നു കൂടെ പഠിച്ചു പോവുക, ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ. ശ്രദ്ധിക്കാം. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഫസ്റ്റ് ചാപ്റ്റർ ഹെഡിങ് കൊടുക്കുക. എല്ലാവരും ഹെഡിങ് കൊടുക്കുക. റേഡിയോ വേവ്. പറയണേ എന്താ റേഡിയോ വേവ് എന്നാ പറയാൻ കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേഡിയോ വേവ് എന്താ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വേറെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. റേഡിയോ വേവ് എന്താ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടറാ. എന്താ? ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ ഞാനൊരു AC വോൾട്ടേജ്, എന്താ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെച്ചിട്ടാണെങ്കിൽ കറന്റ് കടത്തി വിടാൻ പറ്റിയ ഒരു റോഡ്, ഒരു കണ്ടക്ടർ. ഓക്കെ, ഇതിൽ ഞാൻ ഒരു AC വോൾട്ടേജ് കൊടുത്തു എനിക്കാണെങ്കിൽ എന്ത് വോൾട്ടേജ്? AC വോൾട്ടേജ് കണ്ടെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് പ്രത്യേകത വെച്ചാൽ എനിക്കാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ഇപ്പോൾ കറന്റ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഡയറക്ഷൻ മാറിയിട്ട് പിന്നെ ഇങ്ങോട്ടാവും, പിന്നെ അങ്ങോട്ടാവും, പിന്നെ ഇങ്ങോട്ടാവും, ഇങ്ങനെ ഇതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ കറന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ?
അതിനാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വിളിക്കുക. AC ബോഡി എടുത്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? കറണ്ട് ഉണ്ടാവും, അതിന്റെ കൂടെ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ? പക്ഷേ ഈ ഡയറക്ഷൻ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ട് നിന്ന് എനിക്കാണെങ്കിൽ ഈ ഈ ഈ റോഡിൽ നിന്ന് ഒരു വേവ്സ് എമിറ്റ് ആവും. എന്ത് എമിറ്റ് ആവും? ഒരു പർട്ടിക്കുലർ ടൈപ്പുള്ള വേവ് എന്താവും? എമിറ്റ് ആവും. ആ എമിറ്റ് ആവുന്ന വേവിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ വേവ്. ക്ലിയർ ആണോ? എന്താണ് ഒന്നുകൂടെ പറയാണ്, ഒരു AC കറണ്ട് ഒരു കണ്ടക്ടറിൽ കൊടുത്ത് എനിക്കാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എനിക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എന്തായിട്ട് പുറത്തോട്ട് വരും? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ട്, റേഡിയോ വേവ് ആയിട്ട് എന്ത് ചെയ്യും? അത് പുറത്തോട്ട് വരും. ക്ലിയർ? ഈ വേവിന് പ്രത്യേകത ഉണ്ട്. ഇതിന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ ഇതിന് ഇലക്ട്രിക് പ്രോപ്പർട്ടിയും ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇതിന് ചുറ്റും, ഈ വേവിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ഈ വേവിന് എന്ത് പേര് എന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? പോയിന്റ് എഴുതിക്കോ. ഇഫ് എ സോഴ്സ് ഓഫ് AC voltage is passed through a wire is a current carrying conductor. Okay, and oscillatory current. In the oscillatory current എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ പറയാന് ഡയറക്ഷൻ മാറുന്ന കറണ്ട് will set up in the wire. Okay, and there exist two field. ഏതൊക്കെ ഫീൽഡുകളാ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കാണിക്കാം, ഒരു മുകളിൽ ആരോ മാർക്ക്. ഓക്കെ, and magnetic field. Okay, together they called electromagnetic wave. അതല്ലെങ്കിൽ റേഡിയോ വേവ്. നിങ്ങൾ കൂടെ എഴുതണം കേട്ടോ. റഫ് നോട്ട് കൂടെ എഴുതണം. നിങ്ങൾക്ക് വേറെ നോട്ട് ഓൾറെഡി അയച്ചു തരും, പക്ഷെ നിങ്ങൾ റഫ് നോട്ട് കൂടെ എഴുതണം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഒക്കെ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇതുവരെ ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാക്കണോ? അങ്ങനെ കാണിക്കാം. ഇതുവരെ ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സാജിദ. സാർ, ഇതാണ് ആ വേവ്. ഓക്കെ, ആ വേവിൽ ഞാൻ പറഞ്ഞു രണ്ട് കമ്പോണൻസ് ഉണ്ട് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? ഇലക്ട്രിക് കമ്പോണന്റും ഉണ്ട്, മാഗ്നറ്റിക് കമ്പോണന്റും ഉണ്ട്. കുഴപ്പമില്ലല്ലോ. എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള് എപ്പോഴും എന്താക്കാരം? 90 ഡിഗ്രി ആക്കാരം. പറഞ്ഞുതരാം, പോയിന്റ് എഴുതു ഫസ്റ്റ്. അവർ പരസ്പരം എപ്പോഴും എന്താക്കാരം? പെർപെൻഡിക്കുലർ ആക്കാരം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, electric and magnetic field are perpendicular to each other. In direction of propagation of wave. Sajida. Sir.
ഇപ്പൊ നോക്കട്ടോ, ശ്രദ്ധിക്കുക. ഞാൻ ഈ ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ? ഇപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രത്യേകത വെച്ചാണെങ്കിൽ ഇപ്പോ ഇതാണ് നമ്മുടെ പ്ലെയിൻ എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഇതാണ് നമ്മുടെ ഒരു പ്ലെയിൻ എന്നുണ്ടെങ്കിൽ, നിലം എന്നുണ്ടെങ്കിൽ, ആ നിലത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടാണ് ഈ സാധനം പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്ക്, ഇതാണ് പ്ലെയിൻ എന്ന് എഴുതിക്കോ, നിലം എന്ന് എഴുതിക്കോ, നമ്മുടെ ഫ്ലോർ എന്ന് എഴുതിക്കോ. ഓക്കെ, ഒരു പ്ലെയിന്, ഒരു വേവ് ഇങ്ങനെ പോണെന്ന് എഴുതിക്കോ. ഇപ്പൊ ഈ വേവ് പോണത് എങ്ങനെയാണ്? ഈ പ്രതലത്തിന് എങ്ങനെ പോണത്? പെർപെൻഡിക്കുലർ ആയിട്ടല്ല പോണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ പോണെന്ന് പറഞ്ഞ് പെർപെൻഡിക്കുലർ ആയിട്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത് നോക്കിയിട്ട് പറ, ഇവിടെ ആരാണ് പെർപെൻഡിക്കുലർ ആയിട്ട് പോണത്? മാഗ്നറ്റിക് വേവ്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അത് എന്തായിട്ടാ പോണത്? ഇങ്ങനെ വെർട്ടിക്കലി ആണ് പോണത്, ശരിയല്ലേ? അപ്പോ അത് വെർട്ടിക്കലി ആണ് പോണതെന്നുണ്ടെങ്കിൽ നമ്മള് ഇലക്ട്രിക് ഫീൽഡ് പോവുക എങ്ങനെ വെച്ച് എനിക്കാണെങ്കിൽ ഹൊറിസോണ്ടലിയാ പോവുക. ഹൊറിസോണ്ടലി പറഞ്ഞിട്ടാണെങ്കിൽ ആ പ്ലെയിനിന് പാരലൽ ആയിട്ട്. കാണാണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ നമ്മളിത് ഈ ഒരു ഭാഗം നോക്കുകയാണ്, ഇവിടെ നോക്കാത്ത നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. 90 ഡിഗ്രി. ക്ലിയർ ആണോ? അതാ പറയണത്, എപ്പോഴും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആകാരം. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, അതായത് ഈ വേവ് പോകുന്ന ഡയറക്ഷൻ, ശരിയല്ലേ? ആ ഡയറക്ഷന് രണ്ടും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആകാരം. ക്ലിയർ ആണോ? നീ ആലോചിച്ച് പറ, ഇവിടെ ആരാണ് വെർട്ടിക്കൽ ആയിട്ട് പോണത്? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ആരായിരിക്കും ഹൊറിസോണ്ടല്? ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ഇതൊരു ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിക്കണോ? ഇതുവരെ ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിക്കണോ? ഓക്കെ, സജിത, ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ? വേഗം പറ. ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ. ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഞാൻ പറയും ഈ വേവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് വേവ് എന്ന് പറയും. എന്താ വിളിക്കുക? ഹൊറിസോണ്ടലി പോളറൈസ്ഡ് വേവ്. ഹൊറിസോണ്ടലി. അപ്പൊ പറ, എപ്പോഴാണ് ഒരു വേവ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് വേവ് എന്ന് വിളിക്കുക? അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ. ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആണോ? അപ്പൊ എപ്പോഴാക്കാരം ഒരു വേവിനെ വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ് എന്ന് വിളിക്കുക? ഇലക്ട്രിക് ഫീൽഡ് വെർട്ടിക്കലി ആകുമ്പോൾ. ഇലക്ട്രിക് ഫീൽഡ് വെർട്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് വെർട്ടിക്കലി ആണ് പോണതുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ ആരെ തീരുമാനിക്കും വെച്ചിട്ടാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിസൈഡ്സ്. ആര് തീരുമാനിക്കും? ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ആണോ? ഹൊറിസോണ്ടലി പോളറൈസ്ഡ് വേവ്. ഇലക്ട്രിക് ഫീൽഡ് വെർട്ടിക്കലി ആണോ? വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ്. ഓക്കെ, ഈ വേവ് ഏത് വേവ് ആണ്? ഇത് ഇതാണോ മറ്റേ ഹൊറിസോണ്ടൽ പോളറൈസ്ഡ് ആണോ വെർട്ടിക്കൽ പോളറൈസ്ഡ് ആണോ? ഇത് ഹൊറിസോണ്ടൽ പോളറൈസ്ഡ്. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ പാരലൽ ആയിട്ടാണ് പോകുന്നത് സർഫസിന്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് പോകണമെന്നുണ്ടെങ്കിലോ? വെർട്ടിക്കലി പോളറൈസ്ഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്താക്കാരം? പാരലൽ ആക്കാരം സർഫസിന്. ക്ലിയർ? മക്കൾ ഇതുവരെ ക്ലിയർ ആണോ? അർജുൻ ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഇനി ചാപ്റ്ററിൽ ഇവിടെ അറിയേണ്ട വേറൊരു സംഭവം, സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. മൂസിന, എന്ത് പറയാൻ പോണേ? സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി എന്താണ്, സ്പീഡ് എന്താണെന്ന് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ അതേ സ്പീഡാണ്. എന്തിനാ സ്പീഡാണ്? ലൈറ്റിന്റെ അതേ സ്പീഡാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ, സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് സെയിം ആസ് സ്പീഡ് ഓഫ് ലൈറ്റ്.
ഈസ് സെയിം ആസ് സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ അതേ സ്പീഡിനോട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ്? നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, 10th 11th 12th 3 into 10 raised to minus 8. Yeah, 3 into 10 raised to 8. Yeah. 8 meter per second. Yeah, 3 into 10 raised to 8 meter per second. ഒരു സെക്കൻഡിൽ ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരമാണ് 3 into 10 raised to 8. ഇത് പറഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ എത്ര കാരം മുസിന 3 ഇടുക. ഓക്കെ, 10 raised to 8 എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ 8 പൂജ്യം കൊടുക്കണം. എത്ര പൂജ്യം? 8 പൂജ്യം. അപ്പോൾ 1 2 3 4 5 6 7 8 ഇത്ര മീറ്റർ എന്ത് ചെയ്യും? ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യും ലൈറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് എത്ര മീറ്റർ വരുന്ന നോക്കി നോക്കാം. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം 1 കോടി 30 കോടി. അതിൻ്റെ അർത്ഥം ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി. അപ്പോൾ ഇത് എത്ര കോടിയാണ്? 30 കോടി മീറ്റർ ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും റേഡിയോ വേവ്സ്. ക്ലിയർ ആണോ മോസിന? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് പറയണം, ആരും ആലോചിച്ച് പറയണം. 30 കോടി മീറ്റർ എന്ന് പറയുന്ന സമയത്ത് എത്ര കിലോമീറ്റർ ആയിരിക്കും? എത്ര കിലോമീറ്റർ പെർ സെക്കൻഡ് ആക്കാരം? എങ്ങനെ മീറ്ററിനെ കിലോമീറ്റർ ആക്കുക പറഞ്ഞ? എങ്ങനെ സാധ്യത മീറ്ററിനെ കിലോമീറ്റർ ആക്കുക? 3 പൂജ്യം ഇട്ടാ പോരെ? 3 പൂജ്യം കൂടുതൽ ഇടാവുണ്ട്. കിലോമീറ്റർ പറഞ്ഞാല് 3 പൂജ്യം കുറച്ചാ പോരെ? 3 പൂജ്യം കുറക്കുക ചെയ്യാം. കാരണം മീറ്ററിലുള്ള സാധനത്തിന് കിലോമീറ്റർ ആക്കുകയാണെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യാം. ശരിയല്ല? ഇപ്പോൾ 2000 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്ര കിലോമീറ്റർ ആണ്? 2 കിലോമീറ്റർ ആണ്. എന്താ ചെയ്തത്? അതിന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താവും? 2000 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ 3 പൂജ്യം വെട്ടിപ്പോൾ 2 കിലോമീറ്റർ എന്നാവും. ക്ലിയർ? അപ്പോൾ മീറ്ററിന് കിലോമീറ്റർ ആക്കണമെങ്കിൽ 1000 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ സാധനത്തിന് 1000 ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ എത്രയൊക്കെ വരിക? ഈ 0 0 0 0 0 3 0 കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 3 ഇടുക. എത്ര പൂജ്യം ഉണ്ടാവും? 1 2 3 4 5 5 പൂജ്യം 1 2 3 4 5 ഇത്ര കിലോമീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 3 ലക്ഷം 3 lakh കിലോമീറ്റർ വേണമെങ്കിൽ എണ്ണിക്കോ. ഒറ്റ 10 100 1000 10000 ലക്ഷം 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ റേഡിയോ വേവ് 3 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലാക്കണം മക്കളെ? 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി പഠിച്ച് പറയുന്നില്ല. ഈ വാല്യൂ ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ 3 lakh കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര 30 കോടി മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ 300 മില്യൺ പെർ സെക്കൻഡ് 300 മില്യൺ മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയും പറയാം. എക്സാമിന് ചോദിക്കലുണ്ട്. കാരണം അങ്ങനെ തരാം. സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ പറഞ്ഞിട്ട് കുറേ വാല്യൂസ് തരും. ഓക്കെ, അത് ചിലപ്പോൾ ഇതൊന്നും തരൂല. അപ്പോൾ ഇതൊന്നും തരൂല. നേരെ ചിലപ്പോൾ തരിക ഏതാക്കാരം 300 മില്യൺ മീറ്റർ പെർ സെക്കൻഡ് എന്നാക്കാരം തരിക. ഓക്കെ, മില്യൺ മീറ്റർ പെർ സെക്കൻഡ്. അതും എന്താണ്? ഇതിൻ്റെ വേറെ യൂണിറ്റ് ആണ്. ഇതിനെ മില്യൺ ആക്കിയാൽ മതി. അപ്പോൾ 300 മില്യൺ എന്ന് കിട്ടുക. ക്ലിയർ ആണോ? ഇത് പഠിച്ചു നോക്കണം. ഈ വാല്യൂ പഠിച്ചു നോക്കണം. 300 മില്യൺ മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? ഇനി വേറെ അറിയേണ്ടതാണ്. വേറെ ഇതിൻ്റെ സ്പീഡിൻ്റെ വേറെ യൂണിറ്റ് അറിയണം. അർജുന, അർജുൻ കേൾക്കണ്ടോ? നമ്മൾ ഏവിയേഷനിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്ററോ മീറ്ററോ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുക നോട്ടിക്കൽ മൈൽ. ക്ലിയർ? എന്താ യൂസ് ചെയ്യുക? നോട്ടിക്കൽ മൈൽ. അപ്പോൾ ഈ 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ് എത്ര നോട്ടിക്കൽ മൈൽ പെർ സെക്കൻഡ് ആണെന്നും കൂടെ അറിയണം. ഓക്കെ,
ആ സർ. ഇതെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക 1,62,000 എത്ര 1,62,000 നോട്ടിക്കൽ മൈൽ പെർ സെക്കൻഡ്. per ക്ലിയർ? second. ആ സർ. ഇതെങ്ങനെ കിട്ടുന്ന വെച്ചാൽ എനിക്കാണെങ്കിൽ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നോട്ടിക്കൽ മൈലിനെ കിലോമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞേ, നോട്ടിക്കൽ മൈലിന് കിലോമീറ്റർ ഇൻറ്റു 1.852 ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ വെച്ച് എനിക്കാണെങ്കിൽ അതിന് വെറുതെ 1.852 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.852 കിലോമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? ആ സർ. അപ്പൊ തിരിച്ചെങ്ങനെ കാര്യം പറയാം, ആലോചിച്ച് പറയാം. തിരിച്ചെങ്ങനെ കാര്യം കിലോമീറ്ററിനെ നോട്ടിക്കൽ മൈൽ ആക്കണേ എന്താ കാര്യം ചെയ്യാം, അങ്ങോട്ട് ഇൻറ്റു 1.852 ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ തിരിച്ച് അയാൾ എങ്ങോട്ടാക്കണേ എന്താ കാര്യം ചെയ്യേണ്ടി വരിക, ഡിവൈഡഡ് ബൈ 1.852. ശരിയല്ലേ? ആ സർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിലോമീറ്ററിനെ നോട്ടിക്കൽ മൈൽ ആക്കാൻ ഡിവൈഡ് ബൈ 1.852 ചെയ്താൽ പോരെ? മതി. അപ്പൊ ഈ 3,000 കിലോമീറ്റർ പെർ സെക്കൻഡിനെ എനിക്ക് നോട്ടിക്കൽ മൈൽ പെർ സെക്കൻഡ് ആക്കണം. എന്താ ചെയ്യാ, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് 3 ലാക്ക്, സോറി 3 ലാക്ക്. എങ്ങനെ ഡിവൈഡ് ചെയ്യാം, 3 ലാക്ക് ഇടുക, 1 2 3 4 5 ഇതല്ലേ 3 ലാക്ക് ഡിവൈഡഡ് ബൈ 1.852 ചെയ്ത് നോക്കാം എത്ര വരുന്നത്, 1,61,987 വരുന്നില്ലേ? ആ സർ. അതില് ജസ്റ്റ് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് എനിക്ക് 1,60,000 പറഞ്ഞു, ഡയറക്റ്റ് പറഞ്ഞൂടാ. കാരണം ആകെ ഒരു 3ന്റെ കുറവല്ലേ ഉള്ളൂ. 3 കൂടെ കൂട്ടി കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ 13 കൂട്ടി കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ എത്രയായി, ഇത് 1,62,000 ആയി. ഓക്കെ, അപ്പൊ ഇതിനെയാണ് റൗണ്ട് ചെയ്തിട്ട് എന്തെന്ന് പറയുന്നത് 1,62,000 നോട്ടിക്കൽ മൈൽ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നോട്ടിക്കൽ മൈൽസ് പെർ സെക്കൻഡ് പോലെ തന്നെ നമ്മൾ ഏവിയേഷനിൽ യൂസ് ചെയ്യുന്ന വേറൊരു ഇതും കൂടെ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട് മൈൽസ്. എന്താ സ്റ്റാറ്റ്യൂട്ട് മൈൽസ്? സ്റ്റാറ്റ്യൂട്ട് മൈൽസ് STAUT, സ്റ്റാറ്റ്യൂട്ട് മൈൽസ്. ഓക്കെ, ആ വാല്യൂ കൂടെ പഠിച്ചു നോക്കണം. 1,86,000 എത്ര സ്റ്റാറ്റ്യൂട്ട് മൈൽസ് പെർ സെക്കൻഡ്. ഇത്രയും വാല്യൂ എന്ത് ചെയ്യണം, കാണാൻ പഠിക്കണം. ഏതൊക്കെ പറഞ്ഞു വേഗം വേഗം പറഞ്ഞ ഏതൊക്കെ അർജുന പറ. ഫസ്റ്റ് ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഇനി കിലോമീറ്റർ പെർ സെക്കൻഡ് പറയുകയാണെങ്കിൽ 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? ഇനി നോട്ടിക്കൽ മൈൽ പറയുകയാണെങ്കിൽ 1,62,000 നോട്ടിക്കൽ മൈൽ പെർ സെക്കൻഡ്. ഓക്കെ, നോട്ടിക്കൽ മൈൽ പെർ സെക്കൻഡ്. സ്റ്റാറ്റ്യൂട്ട് മൈൽസിൽ പറയുകയാണെങ്കിൽ 1,86,000 സ്റ്റാറ്റ്യൂട്ട് മൈൽസ് പെർ സെക്കൻഡ്. മില്യൺ മീറ്റേഴ്സ് ആണെങ്കിലോ 300 മില്യൺ മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ക്ലിയർ? ഇത്രയും വാല്യൂ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എക്സാമിൽ ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നക്കാരം ചോദിക്കാം. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഖുർആൻ ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഇനി ബേസിക് ഫിസിക്സ് ആണ്. ഞാൻ പറയുന്ന ടേംസ് എത്ര പേർക്ക് അറിയുമെന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് ഫ്രീക്വൻസി. സെക്കൻഡ് വണ്ണാണ് വേവ് ലെങ്ത്. തേർഡ് വണ്ണാണ് ആംപ്ലിറ്റ്യൂഡ്. ഇത്രയും സാധനങ്ങൾ. ഓക്കെ, ഫറാന. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ഫ്രീക്വൻസി? ഒരു റിപ്പീറ്റിംഗ് ഓഫ് വേവ് അല്ലേ? റിപ്പീറ്റിംഗ് ഓഫ് വേവ്. ഓക്കെ, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പറഞ്ഞ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന സൈക്കിൾസിന്റെ എണ്ണം എന്താ പറഞ്ഞ ശ്രദ്ധിക്കുക. ഫറാന, ഞാനൊരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം, ഇത് കൺഫ്യൂഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി മൊത്തം ഈ ചാപ്റ്റർ തീരോളം ഈ ഫ്രീക്വൻസി വേവ് ലെങ്ത് തന്നെ ഉണ്ടാവും, കംപ്ലീറ്റ് തന്നെ കയറാം കേട്ടോ. ശ്രദ്ധിക്കണേ ഫറാനെ, ഞാനൊരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ റെഡിലാക്കാം. ഓക്കെ, ഈ വേവിന് പ്രത്യേകത പറഞ്ഞാൽ എനിക്കാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് വന്ന് ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ തിരിച്ച് സീറോക്ക് തന്നെ വരുന്നു, പിന്നെ താഴത്തേക്ക് മാക്സിമം, പിന്നെ തിരിച്ച് സീറോക്ക് തന്നെ വരും. ഇങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറയും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും. എന്ത് കംപ്ലീറ്റ് എന്ന് പറയും? ഒരു സൈക്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടെ പോയി തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നു, മെയിൻ പൊസിഷനിലോട്ട് തന്നെ വന്നു. ഇപ്പം എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഇനി മനസ്സിലാക്കി വെക്കുക, ഞാൻ ഇപ്പം എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? 1 1 2, ശരിയല്ലേ? അപ്പോൾ ഈ 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്തത് 1 സെക്കൻഡ് ടൈമാണെന്ന് എഴുതിക്കോ. എത്ര സെക്കൻഡ്? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും എൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ഹേർട്സ് ആണെന്ന് പറയും. എന്താന്ന് പറയും? 2 ഹേർട്സ്. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് ആണ് ഹേർട്സ്. ഓക്കെ, അല്ലെങ്കിൽ 2 സൈക്കിൾസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, 2 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയും. ഞാൻ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? 2 സൈക്കിൾ. അപ്പോൾ 2 രീതി പറയാം. എൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ പറയാ? 2 ഹേർട്സ് എന്ന് പറയാം, അതല്ലെങ്കിൽ എന്ത് പറയും? 2 സൈക്കിൾസ് പെർ സെക്കൻഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യട്ടെ ഒരു സെക്കൻഡിൽ ഇതാണ് എന്ന് എഴുതിക്കോ. ഒരു സെക്കൻഡിൽ ശ്രദ്ധിച്ചോ, ഞാൻ ഇതാ 1 2 3 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രീക്വൻസി എത്ര കയറാം? ഒരു സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഒരു സെക്കൻഡ് 1 2 3 4 എത്ര വരും? അപ്പോൾ ഞാൻ പറയും എൻ്റെ ഫ്രീക്വൻസി പറയുന്നത് 4 ഹേർട്സ് ആണെന്ന് പറയും, അതല്ലെങ്കിൽ ഞാൻ പറയും 4 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണെന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെ എനിക്ക് ഫ്രീക്വൻസി ഡെഫിനിഷൻ കൊടുത്തിട്ട് ഫ്രീക്വൻസി വെച്ചിട്ടാണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണു അതല്ലേ? സോ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ക്ലിയർ ആണോ മക്കളെ? ഇതുവരെ എത്ര പേർക്ക് ക്ലിയർ മനസ്സിലായിക്കണോ? ഇതുവരെ ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ് ഇടണേ. ഓക്കെ, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അപ്പോൾ മൂസിന, എന്തായിരിക്കും 1 ഹേർട്സിന്റെ ഡെഫിനിഷൻ? എന്തായിരിക്കും 1 ഹേർട്സ് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ കാര്യം? 1 ഹേർട്സ് പറഞ്ഞ ഡെഫിനിഷൻ എന്താ കാര്യം? സൈക്കിൾ 1 സൈക്കിൾ പെർ സെക്കൻഡ്. 1 സൈക്കിൾ പെർ സെക്കൻഡ്. 1 സൈക്കിൾ പെർ സെക്കൻഡ്. എൻ്റെ ഫ്രീക്വൻസി 1 ഹേർട്സ് മീനിങ് എന്താണ്? ഒരു സെക്കൻഡിൽ ഒരു സൈക്കിൾ ഞാൻ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഇനി മുസ്ലിം ഇതിൽ കൂടെ ഞാൻ വെറുതെ ജസ്റ്റ് ഒരു കാര്യം പറയണമെന്നുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ ഇതാണ് എൻ്റെ മെയിൻ പൊസിഷൻ. ഇപ്പോൾ വേവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ മെയിൻ പൊസിഷനിൽ എത്രത്തോളം മുകളിലേക്ക് പോകുന്നുണ്ടോ അതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അവിടെ തിരിച്ച് സീറോക്ക് തന്നെ വരുന്നു, ശരിയല്ലേ? പിന്നെ താഴോട്ട് പോകണു, പിന്നെ സീറോക്ക് തന്നെ വരുന്നു. ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ലെങ്ത് അല്ലേ? ഇതിനെയാണ് വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ ആണോ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കൂടാന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ എന്തായിരിക്കും മീനിങ്? ആംപ്ലിറ്റ്യൂഡ് കൂടാന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ എന്തായിരിക്കും മീനിങ് ഉണ്ടാവുക? ഡിസ്പ്ലേസ്മെന്റ് കൂടാ. ക്ലിയർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് കൂടിയില്ലേ? അപ്പൊ എന്ത് പറയും? ആംപ്ലിറ്റ്യൂഡ് കൂടി എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡെഫിനിഷൻ എഴുതിക്കോ. ആംപ്ലിറ്റ്യൂഡിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ്. Amplitude of a wave. Amplitude of a wave is the maximum displacement. Is the maximum displacement.
Okay, it attains from the mean position അല്ലെങ്കിൽ from the mean value. ക്ലിയർ ആണോ മുസിന? Yes, sir. ഓക്കെ, സാജിദ്, ഫർഹാൻ, അർജുൻ, ക്ലിയർ ആണോ എല്ലാവർക്കും? हाँ सर क्लियर हो ഓക്കെ ഫൈൻ. എന്നാ അർജുന हाँ सर Sir, എന്തായിരിക്കും? sir, ആ പറ. എഴുതിയെടുത്തോട്ടെ. ഓ ഇത് Thanks. അർജുൻ ഓക്കെ. അർജുൻ, हाँ सर എന്തായിരിക്കും വേവ് ലെങ്ത് എന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ? വേവ് ലെങ്ത് എന്ന് പറയാൻ സാറേ ഇപ്പൊ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഈ വേവ് ആ രണ്ട് വേവ് വരുമെന്ന് വെച്ചാൽ അതിന്റെ ക്രസ്റ്റ് ടു ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് ടു ട്രഫ് എന്ന് പറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനല്ലേ? യെസ് എക്സാക്ട്ലി. ശ്രദ്ധിക്കാം, നോക്കാം. ഞാൻ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ പറഞ്ഞ വേവ് ലെങ്ത്തിന് നോക്കാം. ഇതാണ് എൻ്റെ വേവ്. ഓക്കെ, ഇതിപ്പോൾ എത്ര സൈക്കിളാ? ഒരു സൈക്കിള്. ഒന്നും കൂടെ വരച്ചു കഴിഞ്ഞാൽ രണ്ട് സൈക്കിളായി ഇപ്പോൾ, ശരിയല്ലേ? ഈ മുകൾ ഭാഗങ്ങൾ തമ്മിൽ ഇതിന് വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. എന്താ വിളിക്കുക? ക്രസ്റ്റ്. അല്ലെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? ക്രസ്റ്റ്. ഓക്കെ, ഈ താഴ്ഭാഗത്തുള്ള മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേരാണ് ട്രഫ്. എന്താ വിളിക്കുക? ട്രഫ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ട്രഫ്. ഓക്കെ, ഈ ക്രസ്റ്റും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടാവൂലേ, അല്ലെങ്കിൽ രണ്ട് അഡ്ജസ്റ്റന്റ് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവൂലേ, ഈ ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് വിളിക്കുക. ക്ലിയർ? അതല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് അഡ്ജസ്റ്റന്റ് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയിരിക്കൂല, ഈ രണ്ട് ഡിസ്റ്റൻസും. ക്ലിയർ ആണോ? അപ്പൊ വേവ് ഡെഫിനിഷൻ കൊടുക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസെന്റ്. ആ വേർഡിലാണ് ഇമ്പോർട്ടൻസ്. ടു അഡ്ജസെന്റ് എന്ന് പറയണം, കാരണം ഏതെങ്കിലും രണ്ട് ക്രസ്റ്റുകൾ തമ്മിലാണോ? അല്ല, ടു അഡ്ജസെന്റ് ക്രസ്റ്റ്സ്, അതല്ലെങ്കിൽ ട്രഫ്സ് ഈസ് കോൾഡ് എ വേവ് ലെങ്ത്. ക്ലിയർ ആണോ? ക്ലിയർ? അർജുൻ ക്ലിയർ ആണോ? ഞാൻ ആലോചിച്ച് ഉത്തരം പറയണേ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് പറഞ്ഞ രണ്ടും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ? ഇതേ ഡിസ്റ്റൻസ് ആയിരിക്കൂലേ ഈ ഡിസ്റ്റൻസും? ഉറപ്പല്ലേ? ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഡിസ്റ്റൻസിന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ? അഥവാ ഈ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ആരാണ്? എന്റെ വേവ് ഇങ്ങനെ വന്ന് ഇവിടുന്ന് പൊങ്ങിപ്പോയി താഴത്തേക്ക് വന്ന് പിന്നെ വന്ന് മെയിൻ പൊസിഷനിലേക്ക് വരുന്ന ഈ പോയിന്റ്, ശരിയല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ വേവ് ട്രാവൽ ചെയ്യുന്ന ഫിസിക്കൽ ഡിസ്റ്റൻസ് ഇങ്ങനെയും പറഞ്ഞൂടെ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്കാണ് എന്റെ വേവ് ആ ആക്സിസിൽ എത്ര ട്രാവൽ ചെയ്യുന്നുണ്ടോ ആ ഡിസ്റ്റൻസ്. ക്ലിയർ? ഫിസിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ ആണോ? അങ്ങനെ എന്ത് ചെയ്യാം? ഇതിന്റെ വേവ് ലെങ്ത്തിന്റെ ഡെഫിനിഷൻ കൊടുക്കാം. ഓക്കെ, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് എന്താണ്? ടു സക്സസീവ് ക്രസ്റ്റുകളും അല്ലെങ്കിൽ അഡ്ജസ്റ്റന്റ് ക്രസ്റ്റുകളും ട്രഫുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്നാണ് എന്ത് പറയുന്നത്. ഓക്കെ, അത് തന്നെയല്ലേ സാർ മുമ്പേ എഴുതി? അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയത് കേട്ടോ. എന്നാലും പക്ഷെ ഞാൻ ചില ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട് മറ്റേ ഡെഫിനിഷൻ കേട്ടോ. ദ ഡിസ്റ്റൻസ് traveled by the radio wave during one cycle is called wavelength. Clear? ഫിസിക്കൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഫിസിക്കൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, അഥവാ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ക്ലിയർ? ഓക്കെ സാർ. മക്കൾ ഇതുവരെ ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലാക്കണോ? സാർ ക്ലിയർ. എന്നാൽ ഞാൻ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയണത്. ഇവിടുന്ന് ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ. ഈ റേഡിയോ നേവിന്റെ കംപ്ലീറ്റ് ബേസാണ് പറയണത്. ഇവിടുന്ന് ഇതിലൊരു കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, പറയാനാ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഇവര് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? എന്തായാലും വരും, നമുക്ക് എന്താ തോന്നുന്നു? ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ അല്ല? ഓക്കെ, സാജിദ സാർ പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയായിരിക്കും? എങ്ങനെ എങ്ങനെ ഫ്രീക്വൻസി വേവ് തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി എന്തായിരിക്കും? ഫ്രീക്വൻസി കട്ടാവുന്നുണ്ടോ ഇപ്പോഴോ? ഇപ്പൊ ഫ്രീക്വൻസി വേവിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഫ്രീക്വൻസി 1 വേവ് ലെങ്ത് ഇൻവേഴ്സിലി അല്ലേ സാർ? ഇൻവേഴ്സ്ലി ഒബ്വിയസ്ലി ഇൻവേഴ്സ്ലി. F is equal to C by lambda. Proportional to 1 by F is equal to formula C by lambda. C by lambda. കേട്ടുക്കണോ ഫറാനെ? മറന്നോ +2? ഒരു വർഷമാനായോ? ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൂസിനെ ക്ലിയർ ആണോ? ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പേടിക്കണ്ട. എന്തുകൊണ്ടാണ് ഇത് ഇൻവെസ്റ്റ് ആയി ഞാൻ പറഞ്ഞുതരാം. ഫോമുല പഠിക്കുക. F ഈക്വൽ ടു ഫോമുല എന്താ? C by lambda. C എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ്, സ്പീഡ് ഓഫ് ലൈറ്റ്, അഥവാ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ക്ലിയർ? ഞാൻ എന്തുകൊണ്ട് പറഞ്ഞ ഇത് സംഭവം ഭയങ്കര സിമ്പിളാ. സാജിദേ നോക്കിക്കോ, ഇതാ എന്റെ വേവ്. ശ്രദ്ധിച്ചോട്ടോ, സാജിദ് പറയണം കേട്ടോ. എത്ര സൈക്കിളായി? ഒരു സൈക്കിള്. ഓക്കെ, ഇപ്പൊ എത്ര സൈക്കിളായി? 2. ഇപ്പൊ എത്രയായി? 3. ഓക്കെ, ഈ 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിട്ട് 1 സെക്കൻഡ് ടൈം എടുത്തു. എത്ര സെക്കൻഡ് ടൈം എടുത്തു? 1 സെക്കൻഡ്. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? ഇപ്പോ 3 അപ്പൊ എന്റെ ഫ്രീക്വൻസി എത്ര? 3 ഹെർട്സ്. ശരിയല്ലേ? ഇതല്ല എന്റെ വേവ് ലെങ്ത്. ഇപ്പൊ എന്റെ വേവ് ലെങ്ത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കരുതിക്കോ. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു 2 മീറ്റർ ആണെന്ന് കരുതിക്കോ. ഏത്? ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇതല്ലേ വേവ് ലെങ്ത്? ഇത് എത്ര മീറ്റർ ആണ്? 2 മീറ്റർ. അപ്പൊ എന്റെ ഫ്രീക്വൻസി എത്രയാണ്? 3 ഹെർട്സ്. എന്റെ വേവ് ലെങ്ത് എത്രയാണ്? 2 മീറ്റർ. ഇത് ഡൗട്ട് ഇല്ലല്ലോ? അത് വേവ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഡിസ്റ്റൻസ് അല്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഈ മൊത്തം ഡിസ്റ്റൻസ് അല്ല വേവ് ലെങ്ത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ് എടുക്കും? ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ, ആലോചിച്ച് പറയണം സാജിദ. എനിക്ക് ഇപ്പൊ എന്റെ ഫ്രീക്വൻസി എത്രയാണ്? 3 ഹെർട്സ്. എനിക്ക് ആ 3 ഹെർട്സ് മാറ്റിയിട്ട് എനിക്ക് 6 ഹെർട്സ് ആക്കണം. ഫ്രീക്വൻസി 6 ഹെർട്സ് ആക്കണം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ 1 സെക്കൻഡ് സമയത്തിന്റെ ഉള്ളിൽ എനിക്ക് 6 സൈക്കിൾ ഉണ്ടാക്കണം എന്നല്ലേ മീനിങ്? അപ്പൊ ഞാൻ ഈ വേവ് ഇങ്ങനെ വരച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ കുറച്ചും കൂടെ തിന്നായിട്ട് വരക്കേണ്ടി വരൂല്ലേ? ഇങ്ങനെ വരക്കേണ്ടി വരില്ല, കുറക്കേണ്ടി വരും. 1 ഇപ്പൊ തന്നിക്കോ, 1 2 3 4 5 6. ഇപ്പൊ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? 6. അപ്പൊ എന്റെ ഫ്രീക്വൻസി എത്ര? 6 ഹെർട്സ്. ഇപ്പൊ എന്റെ പുതിയ വേവ് ലെങ്ത് നോക്കാം. ഇപ്പൊ പഴയ പോലെ എത്ര ലെങ്ത് ഉണ്ടോ വേവ് ലെങ്ത്തിന്? വേവിന് ഇത്ര ലെങ്ത് ഉണ്ടോ? ഇല്ല. ഇപ്പൊ വേവ് ലെങ്ത് എത്രയേ ഉള്ളൂ നോക്കാം. അതിന്റെ പകുതിയല്ലേ ഉള്ളൂ. 1 മീറ്റർ ഉണ്ടാവുള്ളൂ വേവ് ലെങ്ത്. എന്തുണ്ടായത്? എന്താണ്? ഞാൻ ഫ്രീക്വൻസി കൂട്ടിയപ്പോ എനിക്ക് എന്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യേണ്ടി വന്നു? കുറക്കേണ്ടി വന്നു. ഇവിടെ നേരത്തെ വേവ് ലെങ്ത് എത്രയായിരുന്നു? ലാംഡ എത്രയായിരുന്നു നേരത്തെ? 1 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാംഡ എത്രയുള്ളൂ? 1 സെന്റിമീറ്റർ. എന്തുകൊണ്ടാ? ഫ്രീക്വൻസി കൂട്ടാന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ 1 സെക്കൻഡിൽ സൈക്കിളുടെ എണ്ണം കൂട്ടാന്നാ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവൂലേ, എന്റെ വേവ് ലെങ്ത് ഞാൻ നല്ലോണം ചുരുക്കേണ്ടി വരൂലേ?
ആ ക്ലിയർ ആണോ? ലോസ്റ്റ് എന്താടാ? കേട്ടില്ല. സാറേ കണക്ഷൻ ലോസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ ഓക്കെയാണ്. ഇവിടെ നിന്ന് തൊട്ട് എനിക്ക് കിട്ടാനില്ല. എവിടുന്ന മിസ്സായത് പറ. ഫസ്റ്റ് ഈ വരക്കുമ്പോ തൊട്ട് പോയ ഫ്രീക്വൻസിയുടെ ഓക്കെ, പറ, ഫസ്റ്റത്തെ പറ. ഇത് എത്ര സൈക്കിളാ? 3 സൈക്കിൾ 3 സൈക്കിൾ. അപ്പൊ ഫ്രീക്വൻസി എത്ര? 3 ഹെഡ്സ്. 3 ഹേർട്സ്. അപ്പൊ ഇതല്ല എന്റെ വേവ് ലെങ്ത് വരിക, ഒരു സൈക്കിൾ മീറ്റർ ലെങ്ത്. ആ സാറാ. അത് 2 സെന്റിമീറ്റർ ആണെന്ന് കരുതി 2 മീറ്റർ ആണെന്ന് എഴുതിക്കോ. ഓക്കെ, ഞാൻ എന്ത് വെച്ചിട്ടാണെങ്കിൽ എന്റെ ഫ്രീക്വൻസി കൂട്ടി 6 ഹേർട്സ് ആക്കണം എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഒരു സെക്കൻഡിൽ 6 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നല്ലേ? അതെ. അപ്പൊ 6 സൈക്കിൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇതിന്റെ വേവിനെ ഭയങ്കര നാരോ ആക്കേണ്ടി വരൂലേ? അപ്പോഴല്ല ഒരു ഒറ്റ സെക്കൻഡിൽ എനിക്ക് 6 വേവ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. എണ്ണിക്കോ. 1 2 3 4 5 6. അപ്പോൾ അങ്ങനെ നേരെ നോക്കണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കാം, ഇതിന്റെ വേവ് ലെങ്ത് ഞാൻ കുറക്കേണ്ടി വരൂലേ? നേരത്തെ 2 മീറ്റർ ഉണ്ടായിരുന്ന വേവ് ലെങ്ത് ഇപ്പൊ എത്ര മീറ്റർ ഉള്ളൂ? 1 മീറ്റർ. 1 മീറ്റർ ഉള്ളൂ. അത് ഞാൻ പറയണത് ഫ്രീക്വൻസി കൂട്ടി കഴിഞ്ഞാണെങ്കിൽ വേവ് ലെങ്ത് എന്ത് ചെയ്യേണ്ടി വരും? കുറക്കേണ്ടി വരും. ക്ലിയർ ആണോ? അതാ പറയണത്. അതുകൊണ്ടാണ് ഫോർമുല എങ്ങനെയായത്? എഫ് ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ എന്നായത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എഫ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ലാംഡ. ലാംഡ വെച്ചിട്ടാണെങ്കിൽ വേവ് ലെങ്ത്, എഫ് വെച്ചാണെങ്കിൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുമ്പോൾ ലാംഡ കുറയും, ലാംഡ കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷണൽ എഫ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ലാംഡ, അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ആ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കോൺസ്റ്റന്റ് ആണ് ലൈറ്റിന്റെ സ്പീഡ് സി. എഫ് ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. വെരി 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 ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. എഴുതി വെച്ചോ. എഫ് ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. മക്കളെ ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലാക്കണോ? മുസിന, ഫർഹാൻ, അർജുൻ, എല്ലാവരും ഓക്കെ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ക്ലാസ് 1 മണിക്കൂർ ആവില്ല, 2 മണിക്കൂർ ഉണ്ടാവും എന്നും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ഉണ്ടാവും, ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. പിന്നെ അതിൻ്റെ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കും കേട്ടോ. എന്നാലേ തീരുള്ളൂ, കുറേ പറയാണ്ട്. എന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ആരൊക്കെ പ്രാവശ്യം എക്സാം കൊടുക്കുന്നവർ? സഹജ എക്സാം കൊടുക്കുന്നുണ്ടോ? ഞാന് സ്പെസി ആർ ടി അല്ലേ? ഓക്കെ.